അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയറോഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ഇത്തരം സിസേറിയൻ ബേബിമാരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു MLA ആക്കും. താങ്കൾ പറഞ്ഞല്ലോ, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് 2001 കേരള. എന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, അതെല്ലാം പത്രത്തിൽ വന്നല്ലോ, ഇത് പുതിയ കാര്യമല്ലോ. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും TV യിലൊക്കെ വന്നല്ലോ. വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു റിലേഷൻ, ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. എൻ്റെ കൊച്ചുമകൻ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത്രയും കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുക. യാമിനി നൽകിയ ഗാർഹിക പീഡന കേസ് വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഗണേഷ് കുമാർ പരസ്യമായ ഖേദപ്രകടനം നടത്തിയത്. ഗാർഹിക പീഡന കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കുന്നതിന്റെ ഭാഗമായി ഗണേഷിന്റെയും യാമിനിയുടെയും അഭിഭാഷകർ ഒത്തുതീർപ്പ് ചർച്ച മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. എന്നാൽ മറ്റെല്ലാ നിബന്ധനകളെക്കാളുമുപരി ഗണേഷ് പരസ്യമായ ഖേദപ്രകടനം നടത്തണമെന്ന ആവശ്യത്തിൽ യാമിനി ഉറച്ചു നിന്നതോടെയാണ് മറ്റ് പോംവഴിയില്ലാതെ രാത്രി 10-15ഓടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗണേഷ് മാപ്പ് പറഞ്ഞത്. കുടുംബകാര്യങ്ങൾ തന്റെ ഭാഗത്തു നിന്നും പൊതുചർച്ചയായത് തെറ്റായിപ്പോയെന്ന് ഗണേഷ് വ്യക്തമാക്കി. കുടുംബജീവിതത്തിന്റെ സ്വകാര്യത എൻ്റെ ഭാഗത്തു നിന്നും പൊതുചർച്ചയായി വരാനിടയായ സാഹചര്യം ഉണ്ടായത് തെറ്റായിപ്പോയി. അത് യാമിനിയുടെയും എൻ്റെ കുട്ടികളുടെയും ഭാവിയെ ബാധിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പരസ്യ ഖേദം പ്രകടിപ്പിച്ചത്.